ഒരു തൂവൽ സ്പർശം. സാറിന് ഓർമ്മയുണ്ടോ സാർ? സാർ ഞാൻ മോഹനാണ് സാർ. അയ്യോ സാർ, ഞാൻ ഗുണ്ടയല്ല, ഞാൻ സ്കൂൾ മാഷാണ് സാർ. സാർ ഞാനന്ന് സാറിനോട് ചാൻസ് ചോദിക്കാൻ വന്നില്ലേ, ആ മോഹനാണ് സാർ ഞാൻ. അത് ശരി, നിങ്ങ ജലോത്സവം തുടങ്ങിയ എന്താണ് എല്ലാവരും ഭയങ്കര സീരിയസ്? ഓ, ഞാനിങ്ങനെ പഴയ കഥകളൊക്കെ പറഞ്ഞിരിക്കണായിരുന്നു. അപ്പൊ കോമഡിയാണ്. ആശാന്റെ പുരാണ ഗജാപ്രസംഗം. അവൻ പറഞ്ഞത് നേരാ. ഞാനിപ്പോ കോമഡിക്കാരനാ. പക്ഷെ പണ്ട് ഈ കൊച്ചിയില് ഈ ഡെൻവറും ഇവന്റെ തന്ത എസ്തപ്പാനും കൂടെ വിരിഞ്ഞൊന്ന് നിന്നാ പോലീസ് വണ്ടി റിവേഴ്സ് എടുത്ത് പോകുമായിരുന്നു. പറഞ്ഞാ ഇന്നാരും വിശ്വസിക്കൂല. അപ്പൊ ഈ പ്രാഞ്ചി ഷാജിയൊക്കെ മൂക്കളെയും വാലിച്ച് നടക്കണ നത്തോലിപ്പുള്ളവരാണ്. അതിനിടയ്ക്ക് എപ്പോഴും ഈ പൊട്ടലും കയറി വന്ന് അന്ന് കൂടെ നിന്ന് പണി പഠിച്ചവരൊക്കെ ബെടാ പാർട്ടികളായി. ഇവര് മാത്രം നമ്മളെ ഉപേക്ഷിച്ചില്ല. ഞാനിങ്ങനെ ഇവന്മാരുടെ തോളെ തൂങ്ങി ഒരു കടക്കിഴവനെ പോലെ. ആശാനെന്താ ഒരുമാതിരി സെന്റി വർത്താനം പറയണത്? ഇത്രയും സീനിയർ ആയിട്ടുള്ള വേറെ ആരണ്ട് ഈ പ്രദേശത്ത്? ഏത് കൊച്ചിക്കാരനെ ആശാൻ എന്ന് പറഞ്ഞൊരു സ്പെഷ്യൽ ബഹുമാനം തന്നെയാണ്. അതില്ലാത്തവനെ കൊണ്ട് ഷാജി ബഹുമാനിപ്പിക്കാൻ ചെയ്യും. എലക്ഷന് നിക്കണേല് ഇങ്ങേരെ പുട്ടുപോലെ പാട്ടും പാടി ജയിപ്പിക്കുന്ന നാട്ടുകാര്. നാളെ കൊച്ചിയിലും മന്ത്രിയാണ് ആശാൻ. മന്ത്രി അറിയാവാ? കാണുമ്പോ എല്ലാരും ആശാനെന്നൊക്കെ വിളിക്കും. പക്ഷെ പ്രായം ചെന്നാ പിന്നെ ഏത് കേടി എടുക്കാത്ത നോട്ട് പോലെയാണ്. നിങ്ങളുടെ രണ്ട് തെറിയേക്കുമ്പോഴാണ് ഞങ്ങൾക്ക് ആരെങ്കിലും ഉണ്ടെന്നുള്ള തോന്നലുണ്ടാവണത്. അത് കേൾക്കാനാണ് ഞങ്ങ ഈ ചൊറിയണത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇത്ര കുരു പൊട്ടുമെന്ന് ഞങ്ങൾക്ക് അറിയാൻ പാടില്ലായിരുന്നു ആശാനെ. ഞാനിത് നിങ്ങളോട് പറഞ്ഞല്ലേടാവേ, ഞാൻ പൊതുവായിട്ടൊരു കാര്യം പറഞ്ഞതാണ്. അങ്ങനെ പൊതുവായിട്ട് ഇപ്പൊ കാച്ചുണ്ടെങ്കില എടുക്കാത്ത നോട്ടിന്റെ വിലയാണോ നിങ്ങൾക്ക് ഞങ്ങൾ തന്നിട്ടുള്ളത്? പഞ്ഞത്തിന് മരുന്ന് പൈപ്പ് വെള്ളം മാത്രമായിട്ടുള്ളൊരു കാലം ഉണ്ടായിരുന്നു പണ്ട്. രാജപാളയം പട്ടിട പോലെ അകത്താട്ട് വളഞ്ഞ വയറും ഉന്തിപ്പിടിച്ചു നിൽക്കണം നെഞ്ചും കൂടുമായിട്ട് നടന്ന ഒരു വാണാല ചെക്കനായിരുന്നു അന്ന് ഷാജി. അഞ്ഞൂറ് വളിവിട്ട അഞ്ഞൂറ് ജീവനും കൂടി അങ്ങോട്ട് പോവും. ആ തെണ്ടി ചെക്കനിപ്പോ ആരുടെ പൊക്കത്തിൽ ഞെളിഞ്ഞു നിൽക്കണ്ടെങ്കിൽ അതിന് കാരണക്കാരൻ നിൽക്കണം. ആ നിങ്ങൾക്ക് വിലയിടാനുള്ള നോട്ട് ഒരു കപടത്തിനും അടിക്കാൻ പറ്റൂല. ചത്തുപോയ അപ്പന്റെ സ്ഥാനത്താണ് ഞാൻ ആശാനെ കാണുന്നത്. ഇതാണ് ഞങ്ങൾ കൊച്ചിക്കാരുടെ ഒരു കുഴപ്പം. കൂടെയുള്ളവരൊരു ദണ്ണം വന്നാൽ അത് കൂട്ടത്തിലുള്ള എല്ലാവരുടെയും ദണ്ണമാ. ബോംബെയിലൊക്കെ എങ്ങനെയാണെന്ന് ഞങ്ങൾക്കറിയില്ല കേട്ടാ. പുറത്തുനിന്ന് നോക്കണവന്മാർ നമ്മ കേടികളാണ്, കെട്ടവരാണെന്നൊക്കെ പറയുമായിരിക്കും. പക്ഷെ കൂട്ടത്തിലുള്ളവർ തമ്മിൽ ഒരിക്കലും ഗിരിഗിരിപ്പുണ്ടാവരുത്. അങ്ങനെ ഉണ്ടായാൽ ആ സെറ്റ് അടിച്ചു വിരിച്ച് കബൂറായി പോവുകയുള്ളൂ. അതുകൊണ്ടാ നിങ്ങൾ തമ്മിൽ പോട്ടി ഉണ്ടാവരുതെന്ന് എപ്പോഴും ജോളിയായിട്ടിരിക്കണമെന്ന് ഞാൻ പറയണത്. ആ സത്യം. ആ അത് കെടുത്തിയത്. ഇത് കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡല്ലേ? ഇതെങ്ങനെ ഇവിടെ? ആശാന് കിട്ടിയതാണ് ഏറ്റവും മികച്ച ചുമക്കുള്ള സ്റ്റേറ്റ് അവാർഡ്. ആ അവാർഡ് കിട്ടിയത് നിന്റെ തന്തയ്ക്ക്. ഇതാരുടെയാണെന്നറിയാവാ? സൂപ്പർ സ്റ്റാർ വിമൽ കുമാറിന്റെ. സത്യമായിട്ടും ഇതെങ്ങനെ ഇവിടെ വന്നു? കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് അങ്ങേരൊരു പടത്തിന്റെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു ഇവിടെ. അതിനിടക്കാണ് ഈ അവാർഡ് കിട്ടിയത്. അതും മേടിച്ചോണ്ട് നേരെ പോകുന്നത് ഇങ്ങോട്ട്. ഷാജി അണ്ണൻ സലാം കൊടുത്തിട്ട് അയാൾ മൈൻഡ് ചെയ്തില്ല. അത്രയ്ക്ക് അഹങ്കാരം കാണിക്കാവാ?
സ്വർണമാണെന്ന് കരുതി അടിച്ചു മാറ്റിയതാണ്. പിന്നീടാണ് വിവരം അറിഞ്ഞത് പാട്ടപ്പിച്ചളായിരുന്നു. കള്ളം ചേർക്കട്ടെ. അപ്പൊ ടൂറിന് വരുന്ന കാര്യോ? ഇനി ഞാൻ ഇവിടെ സിനിമ കാണാമെന്നല്ല. അയ്യോ, അതൊക്കെ എനിക്ക് അറിയാം. ഇപ്പം ഞാൻ അങ്ങോട്ട് വന്ന ഒക്കത്തില്ല. ഇടയ്ക്ക് ഒരു ദിവസമെങ്കിലും വന്നാലെന്താ? അത് ഫോണിൽ കൂടെ പറയാൻ പറ്റത്തില്ല. അതെന്താ? ഞാൻ വൈകിട്ട് അങ്ങോട്ട് വിളിക്കാം. ഇങ്ങ് വന്നേ. ഹലോ അച്ഛാ. അച്ഛാ ഹലോ. ചായ. ഇവിടെ എവിടെയും ഷൂട്ടിംഗ് നടക്കുന്നുണ്ട്. ദേ തൊട്ടപ്പുറത്ത്. ഇവിടെ ഇപ്പൊ സ്ഥിരം സിനിമ ലൊക്കേഷൻ അല്ലേ? ആഹാ, എന്നിട്ട് ചേച്ചി ഇവിടെ വടക്ക് തുളയിട്ടോണ്ട് നിൽക്കണ. എന്തെങ്കിലും ചാൻസ് കിട്ടുമെന്ന് നോക്കായിരുന്നില്ലേ? ചേച്ചി പണ്ടൊന്ന് ചാൻസ് ചോദിച്ചപ്പോ റിലീസായ പടമാണ് ദേ അവിടെ നിന്ന് ബിസ്ക്കറ്റ് തിന്നണത്. അതോ ചില തൈക്കളവിന്ന് അടിമാര് പറയണ പോലെ ഇനി നായികയായിട്ടുള്ള ഷാജിയണ്ണൻ അങ്ങനെ പറയരുത്. ചേച്ചിക്ക് നല്ല അടിപൊളി അമ്മ വേഷമല്ലേ സിനിമാക്കാര് കൊടുത്തത്. ചേച്ചി അമ്മ വേഷത്തിൽ അഭിനയിക്കുന്നില്ല, ജീവിക്കല്ലേ. അതേടാ, കളിയാക്കടാ. ഒരു സിനിമാക്കാരൻ വീർപ്പിച്ച് തന്ന വയറ് തന്നെ എന്റെ. അന്നേ അതങ്ങ് കലക്കി കളഞ്ഞിരുന്നെങ്കിലേ ചിലപ്പോ ഞാനും ഒരു നടിയാവുന്നടാ. വാ എസ്കേപ്പ്, അല്ലെങ്കിൽ ചേച്ചി നമ്മളെയും കലക്കും. വാ തിളക്കണത്. പോട്ടെ, അവരൊരു കോമഡി പറഞ്ഞു. ഈ കൊച്ചിനെ ഞാൻ കഷ്ടപ്പെട്ട് വളർത്തുമ്പോഴേ തിരിഞ്ഞു നോക്കാൻ ഒരു കോമഡിക്കാരനെ കണ്ടിട്ടില്ല ആശാനെ. പോട്ടെ സാറ്. ബ്രാഞ്ചി, നിനക്കിത് എന്തിന്റെ സൂക്കേടാണ്? കഷ്ടപ്പെട്ട് ജീവിക്കണ ഒരു പെങ്കൊച്ചാണ് അവിടെ. ആര് എന്ത് എങ്ങനെ അയ്യോ കളി ഓടേ. അല്ല ബ്രാഞ്ചി, സത്യത്തിൽ ആ ചേച്ചിക്ക് എന്താ പറ്റിയത്? ആ ചേച്ചി പണ്ടൊന്ന് മദിരാശി പോയതാണ് എന്തിന്? നടിയാവാനായിട്ട്. എന്നിട്ട് വെറുതെ ആയി. ഈ അടി പിടി വെടി ഇതാണല്ലോ സിനിമ. പുല്ലു തിന്നുന്ന ക്രാവായിട്ട് പോയി പാല് കിടക്കുന്ന പശുവായിട്ട് വന്നു.